ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ജംഷഡ്പൂർ FCക്കെതിരായുള്ള മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ജംഷഡ്പൂർ FC ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു മത്സരം സമനിലയിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസും ആയിരുന്നു. ഏതായാലും ഇന്നലത്തെ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു. ഇപ്പോഴും ഉറപ്പിക്കാമെന്ന് പറയാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ പ്ലേ ഓഫിൽ എത്തിയതുപോലെ തന്നെയാണ്. ഏതായാലും അടുത്തൊരു മത്സരത്തിൽ അഥവാ ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സമനില പിടിക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏതായാലും നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ ആശാൻ ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏതായാലും ഇന്നത്തെ ഞങ്ങളുടെ ടീമിന്റെ മത്സരത്തിൽ ഞാൻ വളരെയധികം തൃപ്തനാണ്. കാരണം ഇന്നത്തേത് ഒരു പോസിറ്റീവ് ഫലമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് 2 മോശം ഫലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ഗെയിമുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. കൂടാതെ പ്ലേ ഓഫിന് മുമ്പായിട്ടുള്ള അടുത്ത ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരത്തിൽ ഞങ്ങളുടെ ടീമിൽ നിന്നും 5 or 6 റൊട്ടേഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. കാരണം ആ ഒരു പ്ലേ ഓഫിലേക്ക് എത്തുമ്പോഴേക്കും താരങ്ങൾക്കൊന്നും പരിക്ക് പറ്റാതെ ഞങ്ങൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ആശാൻ ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചും കൂടാതെ തന്നെ അടുത്ത മത്സരത്തെക്കുറിച്ചും കൂടാതെ പ്ലേ ഓഫിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും ആശാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ തന്നെ പ്ലേ ഓഫിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്നാണ്. കൂടാതെ പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ അഡ്രിയാൻ ലൂണയും എത്തുകയാണെങ്കിൽ അത് വളരെ ഗുണകരം തന്നെയായിരിക്കും. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെയധികം മുന്നിൽ നിന്ന് നയിക്കുന്നത് ദിമിത്രിയോസ് ആണ്. ദിമിത്രിയോസിന് ചെറിയൊരു ആക്കം കൂടിയാവും അഡ്രിയാൻ ലൂണ വരികയാണെങ്കിൽ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.